നമസ്കാരം. ഇറാൻ യുദ്ധത്തിൽ ഇപ്പോൾ ലോകത്തിനുള്ള താല്പര്യം ഏതാണ്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ധനവിലയെക്കുറിച്ചല്ലാതെ മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ ലോകത്തെ ഒരു മാധ്യമങ്ങളും അത്രയധികം ആശങ്കപ്പെടുന്നില്ല. പക്ഷേ അതിനിടയിൽ നമ്മുടെ അയൽരാജ്യമായ, നമ്മുടെ ശത്രു രാജ്യമായ, ഭീകരവാദ രാഷ്ട്രമായ പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇറാൻ്റെ ആണവ രഹസ്യങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയായ ഇഷാഖ് ദാർ ചോർത്തി നൽകി എന്നുള്ളതാണ്. ഈ ഡോക്ടർ ഇഷാഖ് ദാർ എന്ന് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള പദവികൾ വഹിക്കുന്നത്, ഏറ്റവും ചുരുക്കത്തിൽ ഒരു പ്രത്യക്ഷത്തിൽ എങ്കിലും പ്രാധാന്യമുള്ള പദവികൾ വഹിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉപപ്രധാനമന്ത്രി അല്ലാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പദവി വിദേശകാര്യമന്ത്രിയും കൂടിയാണ് അദ്ദേഹം. ഈ ഷെയ്ഖ് ഖുർഷിദ് എന്നൊക്കെയുള്ള നിരവധി കോമാളികൾ, അല്ലെങ്കിൽ ഖ്വാജ ആസിഫിനെ പോലുള്ള നിരവധി കോമാളികൾ പാകിസ്ഥാൻ്റെ പ്രതിച്ഛായ ലോകത്ത് മുഴുവൻ പരിഹാസ്യമായൊരു പ്രതിച്ഛായയായി മാറ്റിയതിന് ശേഷം, ഒരു കോമാളിയുടെ പ്രതിരൂപമായി പാകിസ്ഥാനെ മാറ്റിയതിന് ശേഷം അതിനെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കുവാൻ ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ്. പാകിസ്ഥാൻ ഭരണകൂടമോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു പിന്നിൽ നിന്ന് നയിക്കുന്ന ശക്തികളോ, ISI എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആസിം മുനീർ എന്ന് വേണമെങ്കിൽ അവരുടെ എല്ലാം കൂടി ചേർത്തുള്ള ഒരു പേരായിട്ട് പറയാം. അവർ ചുമതലപ്പെടുത്തിയൊരു വ്യക്തിയാണ് ഇഷാഖ് ദാർ തന്നെ പലപ്പോഴും പാകിസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള നയമെന്ന് പറയുന്നത്, ഞങ്ങൾ ഇറാനോടൊപ്പമാണ്. കാരണം ഇറാൻ യമൻ്റെ ആളുകളാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമാധാന ഉടമ്പടികളെല്ലാം മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്കയുമായി ചേർന്ന്, അല്ലെങ്കിൽ അമേരിക്കയോടും ഇസ്രായേലിനോടും ചർച്ചകൾ ചെയ്യുന്നത് പോലും ഇറാൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള തരത്തിലായിരുന്നു പാകിസ്ഥാൻ അവരുടെ നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളുടെ മാർഗരേഖകൾ മുന്നോട്ട് വെച്ച് ഇറാനെ വിശ്വസിപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇറാനിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് ഇറാൻ ഭരണകൂടം, അല്ലെങ്കിൽ ഇറാനെ ഇപ്പോൾ നിയന്ത്രിക്കുന്ന ശക്തികൾ, പാകിസ്ഥാനെ പോലെ തന്നെ ഇപ്പോൾ ഇറാനിലെ റിപ്പബ്ലിക് ഗാർഡുകളാണ് ഭരണത്തെ നിയന്ത്രിക്കുന്നത്. അതിലാരാണ് അവരുടെ ഭരണത്തലവൻ എന്നുള്ളത്, പെഷസ്കിയാനൊക്കെ രാഷ്ട്രപതിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ രാജിവെച്ചു ഇല്ല എന്നുള്ള വാദങ്ങളൊക്കെ തുടരുന്നുണ്ടെങ്കിൽ തത്വത്തിൽ അയാൾക്ക് അധികാരമൊന്നുമില്ല, രാജിവെച്ചാലും ഇല്ലെങ്കിലും. ഭരണം, അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇറാൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ പോലും, ദൈനംദിന ജീവിതത്തിൻ്റെ പോലും നിയന്ത്രണം റിപ്പബ്ലിക് ഗാർഡുകളുടെ കയ്യിലാണ് പൂർണ്ണമായി. പ്രത്യേകിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം തന്നെ പ്രസിഡന്റ് പലപ്പോഴും അറിയാറ് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം ഇറാനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഭരണകൂടത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇറാനെ നിയന്ത്രിക്കുന്ന ഇപ്പോഴത്തെ ശക്തികളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളനുസരിച്ച് പാകിസ്ഥാനി ഇറാൻ്റെ ആണവ രഹസ്യങ്ങൾ മാർക്ക് റൂബിയോയ്ക്ക് ചോർത്തി നൽകി എന്നുള്ള ഒരു വിശ്വാസം അവരിൽ ഉടലെടുത്തിട്ടുണ്ട്. അതായത് അവർ പറയുന്നത് പാകിസ്ഥാൻ തങ്ങളെ ചതിച്ചു എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഒരിക്കലും അവർക്ക് നല്ലൊരു ബന്ധമായിരുന്നില്ല. തന്നെയുമല്ല, പാകിസ്ഥാനെക്കുറിച്ച് എല്ലാ കാലത്തും ഭാരതത്തിലെ ഇറാൻ്റെ പ്രതിനിധി പാകിസ്ഥാനെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. എല്ലാ കാലത്തും വളരെ മോശമായിട്ടുള്ള അവഗണിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് എന്ന് നമ്മൾ പലരെക്കുറിച്ചും പറയില്ലേ. അത്തരത്തിൽ അവഗണിക്കപ്പെടേണ്ട ഒരു കോമാളി രാഷ്ട്രമാണ്, ഒരു ദരിദ്ര രാഷ്ട്രമാണ്, ലോകത്ത് യാതൊരു പ്രസക്തിയുമില്ലാത്തൊരു രാഷ്ട്രമാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇറാൻ എല്ലാ കാലത്തും പാകിസ്ഥാനെ കണ്ടിരുന്നത്. തന്നെയുമല്ല, പാകിസ്ഥാനിൽ സുന്നി മുസ്ലിങ്ങളുടെ ഭരണമാണ്. അതിൻ്റെ ഭേദഗതികളും ജാതി വിഭാഗങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ തന്നെ സുന്നികളുടെ ഭരണമാണ്. ഇറാനാകട്ടെ ഷിയ മുസ്ലിങ്ങളാണ്. ഇവർ തമ്മിൽ ഒരു കാലത്തും ഒന്നിച്ചു പോവുകയല്ല മതപരമായിട്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുകയും ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രം, അത് ഷിയയാകട്ടെ സുന്നിയാകട്ടെ, അഹമ്മദിയെ അഹമ്മദിയെ കാഫറുകളായിട്ടാണ് കാണുന്നത്, ദേവബന്ദിയോ ദിയോദറോ എന്ത് വിഭാഗമായാലും ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം സാധാരണഗതിയിൽ യമൻ്റെ ആളുകൾ എന്നുള്ള രീതിയിൽ ഇറാൻ്റെ പിന്നിൽ അണിനിരക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടായില്ല. കാരണം ഗൾഫിൽ പൊതുവേ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇറാനോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന രാജ്യങ്ങളാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ പല തീവ്ര വിഭാഗങ്ങളും ഇറാനെ പിന്തുണയ്ക്കണം എന്നുള്ളൊരു അഭിപ്രായത്തോടു കൂടി തന്നെ തെരുവിൽ പ്രകടനം നടത്തുകയും അമേരിക്കൻ എംബസി ആക്രമിക്കുവാൻ ശ്രമിക്കുകയും അതിൽ തന്നെ ഒരു 10-12 വെടികൊണ്ട് ഹോറിഫൈഡ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നു. അത്തരത്തിൽ കലുഷിതമായൊരു ആന്തരിക രാഷ്ട്രീയം പാകിസ്ഥാനിൽ നടമാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോഴും ഈ ഇഷാഖ് ദാറൊക്കെ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇറാന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമാധാന ചർച്ചയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്, ഞങ്ങൾ വിശ്വസമാധാനത്തിൻ്റെ ആളുകളാണ് എന്നുള്ള തരത്തിലാണ് അവരൊരു പ്രചാരണം നടത്തിയിരുന്നത്. അതിനെയെല്ലാം അട്ടിമറിക്കുന്ന തരത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന്
പാകിസ്ഥാൻ ഉടനടി എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം നേരിട്ട് പാകിസ്ഥാനുമായിട്ട് ഇറാൻ അതിർത്തിയൊന്നും പങ്കിടുന്നില്ല. തന്നെയുമല്ല, ഇറാൻ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണങ്ങളെ തന്നെ പ്രതിരോധിക്കുവാൻ, പ്രതിരോധമൊന്നും അവർ നടത്തുന്നില്ല, എല്ലാം നശിച്ച് നാറാണക്കല്ലെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈനിക താവളത്തിലേക്ക്, മധ്യപൂർവേഷ്യയിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു സൈനിക താവളത്തിലേക്ക് 2 മിസൈലും 10,000 ഡ്രോണും അയക്കുക, ഇസ്രായേലിലേക്ക് ഇടയ്ക്കിടെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുക, ഇതെല്ലാമാണ് അവരുടെ ഒരു പ്രതിക്രിയ എന്ന് പറയുന്നത്. ആ പ്രതിക്രിയയിൽ തന്നെ അവർ വ്യാപൃതരാണ്, വ്യസ്തരാണ്. അങ്ങനെയുള്ള സമയത്ത് പാകിസ്ഥാൻ ഉടനടി ഒരു തിരിച്ചടി നൽകുക എന്നുള്ളത്, നേരിട്ടുള്ള ഒരു തിരിച്ചടി അവരെ സംബന്ധിച്ച് സാധ്യമല്ല. പക്ഷേ അവർക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ പാകിസ്ഥാൻ എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒന്ന്, അതിൽ ഇറാൻ നേരിട്ട് ചെയ്തില്ലെങ്കിൽ പോലും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാൻ്റെ വിശ്വാസ്യത വീണ്ടും ഇടിഞ്ഞിരിക്കുന്നു. ഒരു തരത്തിലും അത് ശത്രുക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരു സമവായത്തിന് മുന്നിട്ട് ഇറങ്ങിയതെങ്കിൽ പോലും ആ ശത്രുവിനെ ചതിച്ചൊരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ എങ്ങനെ വിശ്വസിക്കുമെന്നുള്ളത് ലോകരാഷ്ട്രങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നാമത്തേത്. രണ്ടാമത്തേത്, ഇറാൻ്റെ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തന്നെ ഈ താലിബാൻ പോലുള്ള പല സംഘടനകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഇറാൻ അനുകൂല സംഘടനകൾ പലതുമുണ്ട്. അവരെ സജീവമാക്കി പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇല്ലാത്ത കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക. അതിൽ തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങളും അമേരിക്കയുടെ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളുടെ ഒരു വിഭാഗങ്ങളും, CIA തന്നെ ഈ പറയുന്ന പോലെ ഏഷ്യയുടെ ഓഫീസുകൾ പലതും അല്ലെങ്കിൽ ഒരു ഏഷ്യൻ യൂണിറ്റിൻ്റെ പ്രധാന കേന്ദ്രങ്ങളൊക്കെ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിനും മേലെ നൂർഖാൻ എയർബേസിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രസക്തി സൈനിക വിദഗ്ധർ പറയുന്നത്, നൂർഖാൻ എയർബേസിൽ ഇന്ത്യ ആക്രമണം നടത്തിയതോടുകൂടിയാണ് അമേരിക്ക തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ സമാധാനം കണ്ടെത്തണം എന്ന്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുമായിട്ടൊരു സമാധാനത്തിലെത്തൂ എന്ന് നിർബന്ധിച്ച് പാകിസ്ഥാൻ സൈനിക വിഭാഗത്തെ കൊണ്ട് ഭാരതീയ സൈനിക വിഭാഗവുമായി ബന്ധപ്പെട്ട് അപേക്ഷിച്ചത്, കാല് പിടിച്ചപേക്ഷിപ്പിച്ച് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ചത്. ഈ നൂർഖാൻ എയർബേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള പാകിസ്ഥാൻ്റെ ആണവശക്തിയുണ്ടല്ല, സൈനികമായ ആണവശക്തി, അതിൻ്റെ ഒരു പ്രധാന നിയന്ത്രണ കേന്ദ്രം നൂർഖാൻ എയർബേസ് ആണെന്ന് ഇപ്പോൾ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയും കാര്യമായിട്ടുള്ള ഒരു സ്വാധീനവും സാന്നിധ്യവും അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലുണ്ട്. ഇത് ലോകത്തിന് മുഴുവൻ അറിയാവുന്ന പരസ്യമായൊരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന് സാധ്യമായൊരു കുഴപ്പം സൃഷ്ടിക്കൽ പാകിസ്ഥാന് ഏറ്റവും എളുപ്പമാകുന്ന മാർഗം അമേരിക്കയുടെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കുക എന്നുള്ളതാണ്. അതും പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഇറാൻ അനുകൂല തീവ്രവാദികളെ കൊണ്ട്. അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ വിജയസാധ്യത തുലവും കുറവാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്ക ഒരു പരിധിക്ക് മുകളിലേക്ക് ഇതിൻ്റെ ഒരു സുരക്ഷാ വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ സൈനിക താവളങ്ങളും മറ്റുമെല്ലാം മാറ്റുവാൻ നിർബന്ധിതരാകും. ആ സമയത്ത് ഇറാന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുക അല്ലെങ്കിൽ ഒരു സമ്മർദ്ദതന്ത്രം അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുവാനോ ഒക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇറാൻ അത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ നടത്തുമെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ച് അവരുടെ ഒരു രാജ്യത്തിന് പുറത്തേക്കുള്ള അവരുടെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുവാനുള്ളൊരു ശേഷി അവരിൽ എത്രത്തോളം ബാക്കിയുണ്ടെന്നുള്ളത് ഈ ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തന്ത്രത്തിൻ്റെ പരിണാമം അനുസരിച്ചായിരിക്കും സൈനിക വിദഗ്ധർ വിലയിരുത്തുക. കാരണം ഇതൊരു കൃത്യമായിട്ട് തന്നെ നടപ്പാക്കുവാൻ സാധിച്ചാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കാര്യമായിട്ട് ഇറാൻ്റെ ഈ ഒരു ചാരവിഭാഗം എന്ന് പറയുമല്ല അല്ലെങ്കിൽ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തെ തളർത്തുവാനായിട്ടില്ല എന്നുറപ്പാകും. പക്ഷേ ഇത് നടന്നില്ല എങ്കിൽ ഇറാൻ്റെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും ക്ഷയിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുമെന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. ഇനി പാകിസ്ഥാനിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഭാരതത്തോടൊരു വീണ്ടും ഒരു സമാനമായ സാഹചര്യം ഒരുങ്ങുന്നു അല്ലെങ്കിൽ ഭാരതം ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ് എന്നുള്ളൊരു പ്രചാരണവും പാകിസ്ഥാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. വിദഗ്ധർ പറയുന്നത് ജൂൺ ജൂലൈ മാസങ്ങളോടുകൂടി ചിലപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 വേണ്ടി വന്നേക്കാം. അതിനു മുൻപ് പാകിസ്ഥാൻ ഒരുപക്ഷെ ഭാരതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണങ്ങൾ നടത്തുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്നതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ, പാകിസ്ഥാനിലെ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കണം. അതിന് ഏറ്റവും നല്ല മാർഗം കാലാകാലങ്ങളായി അവർ ഉപയോഗിച്ച് വരുന്ന ഇന്ത്യ എന്നാണ് അവർ സാധാരണഗതിയിൽ ഉച്ചരിക്കുന്നത്, ഇന്ത്യയുമായിട്ടുള്ള ശത്രുതയാണ്. കശ്മീർ വിഷയം ഉയർത്തിക്കൊണ്ടുവരാം. പക്ഷേ കശ്മീർ വിഷയം ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് തന്നെ മടുത്തു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സത്യം മനസ്സിലായിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങളിലൂടെ കശ്മീർ ഏതാണ്ട് പൂർണ്ണമായും പാകിസ്ഥാനിന് കൈവിട്ടു പോയിരിക്കുന്നു. ഒരുപക്ഷെ പാക് അധിനിവേശ കശ്മീർ പോലും
ഏറെ താമസിയാതെ പാകിസ്ഥാന് നഷ്ടപ്പെട്ടേക്കാമെന്നുള്ളൊരു സ്ഥിതിയും ഉരുവായിരിക്കുന്നു അവിടെ. ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത്. അതുകൊണ്ട് തന്നെ സിന്ധു നദി കരാറിൻ്റെ മേലായിരിക്കും അടുത്ത പ്രശ്നം പാകിസ്ഥാൻ ഉന്നയിക്കുക. അതിപ്പോൾ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭീകരാക്രമണത്തിന് പിന്തുണ നൽകി അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് ഭീകരന്മാരെ പാക് ഹാൻഡിലർമാർ പാകിസ്ഥാനിൽ ഇരുന്ന് നിയന്ത്രിച്ച് അവിടെ നിന്ന് പ്രശ്നങ്ങളുണ്ടാക്കി ഭാരതത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ച് ഭാരതത്തിൻ്റെ തിരിച്ചടി തുടങ്ങി മറ്റൊരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുക. യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാന് ജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞല്ലോ, ഒരു തമാശയുണ്ട്. 99% പാകിസ്ഥാനികളും വിശ്വസിക്കുന്നത് ഭാരതവുമായി ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ സൈന്യം വിജയിക്കുമെന്നാണ്. 1% വിശ്വസിക്കുന്നത് പരാജയപ്പെടുമെന്നാണ്. ആ 1% പാകിസ്ഥാൻ സൈന്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി അറിയാം വിജയിക്കുവാൻ സാധിക്കില്ല. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തുണ്ടായതുപോലെ തന്നെ ഒരു പരിധി കഴിയുമ്പോൾ ഭാരതത്തിൻ്റെ കാല് പിടിച്ച് യുദ്ധം നിർത്തിച്ച് വീരവാദങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് മേനി നടിക്കാമെന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തുടങ്ങേണ്ടി വന്നാൽ ഇനി അവസാനിക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും പാകിസ്ഥാനെ സംബന്ധിച്ച് എന്നുള്ളത് ഭാരതീയ സൈന്യം വ്യക്തമായി തന്നെ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ പാകിസ്ഥാൻ്റെ കാര്യം നമ്മുടെ ഗ്രാമ്യമായ ഭാഷയിൽ പറഞ്ഞാൽ കട്ടപ്പുക ആകും എന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചയാണ്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സിന്ധു നദീ കരാറിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു കരാർ ഭാരതം റദ്ദ് ചെയ്തത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നുള്ളൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു സമവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ കരാർ റദ്ദ് ചെയ്തത്, അതിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഒറ്റയ്ക്കും തറ്റയ്ക്കുമുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ തീർച്ചയായും ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.